Okay, Geotech Module 3 deal ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റി വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഫൗണ്ടേഷൻ സോയിലിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും അത് എത്രത്തോളം ആ ലോഡ് താങ്ങാൻ പറ്റും, പിന്നെ ആ താങ്ങാൻ പറ്റുന്ന ലോഡിൻ്റെ മീൻസ് എത്ര ഭാഗമായിരിക്കും സേഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നൊക്കെ ഉള്ള പാർട്സാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി അതിൻ്റെ തിയറീസും അതിൻ്റെ വാല്യൂസും പഠിക്കുന്നതിന് മുമ്പേ അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ഇതുപോലത്തെ ഒരു ഫുട്ടിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുട്ടിങ് ഒരു സോയിൽ സർഫസിന് നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് രണ്ട് രീതിയിൽ ഫെയിലാകാം. ഏതർ ഇതിൻ്റെ അടിയിരിക്കുന്ന സോയിൽ ഈ ലോഡ് കാരണം മീൻസ് ക്രാക്ക് വന്നു, അല്ലെങ്കിൽ ഷിയർ ഫെയിലിയറായിട്ട് പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ ലോഡ് എടുക്കുന്നത് നിൽക്കാം. അല്ലെങ്കിൽ ഇതെന്തുവാ ഈ പറയുന്ന സോയിലിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സാധാരണ ഒരു അസംഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ലൈക്ക് ഒരു 2 സെൻറ്റിമീറ്റർ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റിലും കൂടുതൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായാൽ ഇതിങ്ങനെ താഴ്ന്നു പോകാൻ പോയാലും നമ്മൾ ആ സ്ട്രക്ചറിന് അല്ലെങ്കിൽ സോയിൽ ഫൗണ്ടേഷൻ ഫെയിലിയറായെന്ന് പറയും. അപ്പം ഈ ഫൗണ്ടേഷനെ പറ്റിയുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ തിയറീസ് പഠിക്കുന്നതിന് മുമ്പേ നമുക്കറിയേണ്ട കുറച്ച് ടേംസാണ്. ഒന്ന് ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി, അതായത് ഈ സോയിലിൻ്റെ ഫൗണ്ടേഷൻ്റെ ബേസ് ലെവലിലെ ഈ ഭാഗം, ഈ ബേസ് ലെവലിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ടേം. അതായത് ഈ പോയിന്റിൽ ഈ ക്യൂ എന്ന് പറഞ്ഞ ലോഡ് കാരണവും പിന്നെ ഈ പോയിന്റിന് മുകളിൽ ഇത്രയും സോയിലുണ്ടല്ലോ, ഈ സോയിൽ കാരണവും കൂടെ ഉണ്ടാകുന്ന ടോട്ടൽ വെയിറ്റ്, അതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുക. അതായത് ഈ ക്യൂ എന്ന് പറഞ്ഞ ലോഡും പിന്നെ ഈ പറയുന്ന ഈ സോയിൽ കാരണം ഈ ലോഡിന് ഈ ഭാഗം ഈ ഫൗണ്ടേഷന് മുകളിലുള്ള സോയിൽ കാരണമുള്ള ഇത്, അതായത് ടോട്ടൽ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ഫുട്ടിംഗ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ പ്ലസ് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫുട്ടിംഗ് പ്ലസ് വെയിറ്റ് ഓഫ് ദി എർത്ത് ഫിൽ. അതായത് ഈ ഫുട്ടിങ്ങിൻ്റെ വെയിറ്റ്, അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, പിന്നെ സോയിലിൻ്റെ വെയിറ്റ്. പിന്നെ വേറൊരു ടേം ഉണ്ടെന്ന് പറയുന്നത് നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി. ഇത് മൊത്തം 8 ഉണ്ട്. ആദ്യത്തെ ടേം ആയിരുന്നു ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്. ഈ പറയുന്ന നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഈ പറയുന്ന ലോഡ്, ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി, ആ ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റിക്കകത്തു നിന്ന് ഈ സോയിലിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഈ ഡെപ്ത്, ഫോർ എക്സാമ്പിൾ ഈ ഫൗണ്ടേഷൻ നിൽക്കുന്നത് സോയിൽ സർഫസിൽ നിന്ന് DF എന്ന് പറഞ്ഞ ഡെപ്തിലാണ്. അപ്പം ഈ പോയിന്റിൽ നേരത്തെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്തുകൊണ്ടുള്ളതായിരുന്നു? ഇവിടെ ഇത്രയും സോയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സോയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടും, ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്യും, അതിൻ്റെ മുകളിൽ നമ്മൾ സോയിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സോയിൽ കാരണമുള്ളതാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗാമ ഇൻറ്റു D എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗാമ ഇൻറ്റു ഡെപ്ത് ഓഫ് സോയിൽ, ആ സോയിൽ കാരണമുള്ള സ്ട്രെസ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ഇവിടെ ആ സോയിൽ ഉണ്ടായിരുന്ന പ്രഷർ റിമൂവ് ചെയ്യാൻ പോയാൽ നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് വരും. അപ്പോൾ മീൻസ് ലോജിക്കലി നോക്കാൻ പോയാൽ നേരത്തെ ഉണ്ടായിരുന്ന സോയിൽ കാരണം ഉണ്ടായിരുന്ന പ്രഷറിനേക്കാളും എത്രത്തോളം കൂടുതൽ പ്രഷറാണ് ഈ പറയുന്ന ഫൗണ്ടേഷനും ലോഡിങ്ങും കാരണം വരുന്നത്, അതാണ് നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി. അപ്പം ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി മൈനസ് ഗാമ ഇൻറ്റു DF, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ദി ഇനീഷ്യൽ ഓവർ ബർഡൻ പ്രഷർ. അതായത് നേരത്തെ സോയിൽ ഉണ്ടായിരുന്ന പ്രഷറിനേക്കാളും എത്രത്തോളം കൂടുതലാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനും സോയിലുള്ള സമയത്തുള്ള പ്രഷർ കണ്ടുപിടിക്കുക, അതാണ് ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി. അതിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ സോയിൽ ഡെപ്ത് ഓഫ് സോയിലിൻ്റെ മീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്, നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. പിന്നുള്ളൊരു ടേമാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സോയിലിന്, ഓക്കെ, ഈ പറയുന്ന സോയിലിന് ഈ ഫുട്ടിങ്ങിൻ്റെ ബേസിൽ താങ്ങാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെസ്, അതിൽ നിന്ന് ഒരു തരിയങ്ങ് കൂടി പോകുമ്പോൾ സാധനം ഫെയിലിയർ ആയി പോകും, സോയിൽ ഫെയിൽ ചെയ്യും, ഷിയറിൽ ഫെയിൽ ചെയ്യും. അപ്പോൾ അതിനെയാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുക. അതായത് സോയിലിന് ബെയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്. അതൊരു ആ ഫിഗർ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോണം, അത് റിലേറ്റഡ് ആയിരിക്കും ബാക്കിയുള്ള ടേംസും പറയുന്നത്. ഓക്കെ, പിന്നെ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റിയും നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റിയും കമ്പയർ ചെയ്ത പോലെ തന്നെ സെയിം ഒരു രീതിയിൽ കമ്പയർ ചെയ്യുന്നത്. അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് അവിടെയുള്ള സോയിലിൻ്റെ, അതായത് ആ പറയുന്ന പോയിൻറ്റിന് മുകളിലുള്ള സോയിൽ കാരണം ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് Q മൈനസ് ഗാമ ഇൻറ്റു DF. അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് ആ സോയിൽ കാരണമുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ പോയാൽ നെറ്റായിട്ട് മീൻസ്
സോയിൽ അല്ലാതെ എക്സസ് ആയിട്ട് എത്രത്തോളം പ്രഷർ കൊടുക്കാൻ പോയാലാണ് ഇത് ഫെയിലിയർ ആകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സസ് പ്രഷർ എത്രത്തോളം കൊടുക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ പോയിന്റ്. പിന്നെ ഉള്ളതാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ ആ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി തന്നെ അത്രയും തന്നെ ലോഡ്, ഫോർ എക്സാമ്പിൾ 100 ആണ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് കരുതിക്കോ. അപ്പം ആ ലോഡ് തന്നെ കൊടുക്കാൻ പോയാൽ നമുക്കൊരു സേഫ്റ്റി ഇല്ല. മീൻസ് ഒരു തരിങ്ങി കൂടുമ്പോൾ അപ്പോൾ ഫെയിൽ ആയിപ്പോവും, അല്ലെങ്കിൽ ആ സോയിൽ ഫെയിൽ ആയിപ്പോവും. അപ്പോൾ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയേക്കുന്ന നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ ഒരു FOS ഡിവൈഡ് ചെയ്യും. നമ്മൾ DCSനകത്തൊക്കെ ചെയ്യുന്നതാണ്. അതായത് ആ പറയുന്ന കപ്പാസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി ഒരു വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യും. അതിനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പം നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്നൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഇടുന്നത്. ഇപ്പോൾ ഒരു നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി FOS എന്ന് പറയുന്നത് നമ്മൾ 2 എടുക്കാൻ പോകുകയെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 100 ആണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 2 അപ്പോൾ 50 ആയി. അപ്പം ആ 50 ആണ് നമ്മുടെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അത്രയും ലോഡ് മാത്രമേ ഫൗണ്ടേഷൻ ത്രൂ നമ്മൾ എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, ബിക്കോസ് 100 വരെ നമുക്ക് ആ സോയിലിനെ നെറ്റായിട്ട് താങ്ങാനുള്ള ശേഷിയുണ്ട്, എക്സസ് സ്ട്രെസ് താങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷെ നമ്മൾ 50 കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു സേഫ്റ്റിയുടെ ഒരു ഫാക്ടറോടെ കൺസിഡർ ചെയ്യുന്ന ടേമിനാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലോജിക് വേറെയാണ്. നമ്മൾ നേരത്തെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ γ/df. ഗ്രോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള ലോഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലോഡിൻ്റെ കൂടെ സോയിലിൻ്റെ ലോഡും കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് ഗ്രോസ് കിട്ടുക. അപ്പം നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയുടെ γ/df ആഡ് ചെയ്യുന്ന സമയത്താണ് ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുക. പിന്നെ ഈ ഫ്ലോട്ട് ഫൗണ്ടേഷൻ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും നമ്മൾ KTUവിൻ്റെ സിലബസ് വരുന്നതല്ല. ഇത് വേറൊരു ഇതിനു വേണ്ടി പഠിച്ച നോട്ട് വെച്ച് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ അത് എക്സ്പ്ലനേഷനൊക്കെ കുറച്ചുകൂടി സിമ്പിളറാണ് KTU നോട്ട്സിനേക്കാളും. ഓക്കെ. പിന്നെ നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ. നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രഷർ അറ്റ് വിച്ച് ദി സോയിൽ ക്യാൻ ക്യാരി വിത്തൗട്ട് എക്സീഡിങ് ദി പെർമിസിബിൾ സെറ്റിൽമെൻറ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഒരു 50 kN ലോഡ് ആ സോയിൽ താങ്ങാൻ പറ്റുന്ന സമയത്ത് അതിനിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററാണ് സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചോ. ഓക്കെ. പക്ഷേ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അതായത് 5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റിനേക്കാളും കൂടുതൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകാൻ പോയാൽ നമുക്ക് അൺഡിസൈറബിൾ സെറ്റിൽമെൻറ്റ്, അതായത് അതിൽ കൂടുതൽ താഴാൻ പാടില്ല. ഇപ്പം നമ്മുടെ വീട് തന്നെ ഇപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ താഴാൻ കുഴപ്പമില്ല, നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല. പക്ഷേ ഒരു പറയുന്ന പോലെ ഒരു 20 സെൻറ്റിമീറ്റേഴ്സോ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റേഴ്സൊക്കെ താഴാൻ പോയാൽ നമുക്ക് കാണുമ്പോൾ അറിയാം സാധനം ഇങ്ങനെ താഴ്ന്നു പോകുന്നതല്ല. അപ്പോൾ നമുക്കും സ്വാഭാവികമായി സൈക്കോളജിക്കലിയൊക്കെ ആണെങ്കിലും പേടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രഷർ അതിൽ കൂടുതൽ കൊടുക്കാൻ പോയാൽ നമുക്ക് ഡിസയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് താല്പര്യമുള്ളതിനേക്കാളും കൂടുതൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അതിന് നമ്മളൊരു ഫെയിലിയർ റേറ്റ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നെറ്റ് അലോവബിൾ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയും നെറ്റ് സെറ്റിൽമെൻറ്റ് പ്രഷറും ഈ രണ്ടിലെയും കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമ്മൾ നെറ്റ് അലോവബിൾ പ്രഷർ എന്ന് പറയുന്നതും. ആ പ്രഷർ വരുന്ന പോലെയായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്തൊന്നും അറിയാം. ഓക്കെ. ജസ്റ്റ് അപ്പോൾ ഒന്നുകൂടെ പറയാനാണെങ്കിൽ ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിന് മുമ്പ് ജസ്റ്റ് തീർന്ന് വെച്ച് നോക്കാം. Bearing capacity of soil is a maximum load per unit area which the soil can support without failure. It depends on the shear strength of the soil as well as the shape, size and depth of the foundation. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഷാലോ ഫൗണ്ടേഷനാണ്. ഷാലോ ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലിമിറ്റിക്കുള്ള ഒരു സോയിൽ സർഫസിൽ നിന്ന് ഒരു 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ഒക്കെ മാക്സിമം ആ ഒരു ഡെപ്ത് വരെ ഇത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ നമ്മുടെ ഈ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷനേക്കാളും കുറവായിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ബി എന്ന് പറഞ്ഞ ഈ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പം ഈ ഫൗണ്ടേഷൻ്റെ താഴ്ച സോയിൽ സർഫസിൽ നിന്ന് താഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തിനേക്കാളും കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ ടേംസ് പറയുമ്പോഴത്തേക്കും ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് the total pressure at the base of the foundation due to the weight of the superstructure, self weight of the footing and the weight of the earth fill. നേരത്തെ ഫിഗർ ഓർത്താൽ തന്നെ മനസ്സിലാവും. നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി മൈനസ് γ/df അല്ലെങ്കിൽ അത്രയും തിക്നെസ്സിൽ സോയിൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എക്സേർട്ട് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് Q ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ
ആൻഡ് ദി ഒറിജിനൽ ഓവർബർഡൻ പ്രഷർ. ഡിഫറൻസിനേക്കാൾ നല്ലതായിട്ട് ഓർക്കാൻ നല്ലതെന്ന് പറയുന്നത് എക്സസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി. നേരത്തെ ഉണ്ടായിരുന്ന ഗാമ ഡി എഫ് ആണ്, അതിനേക്കാളും എത്രത്തോളം കൂടുതലാണ്. അത് ഗ്രോസിൽ നിന്ന് ഗാമ ഡി എഫ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടും. Ultimate bearing capacity. It is the gross pressure at the base of the foundation at which the soil fails in shear. Okay. Net ultimate bearing capacity എന്ന് പറയുമ്പോഴത്തേക്കും ultimate bearing capacity മൈനസ് ഗാമ ഡി എഫ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ടേംസ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. It is a net soil pressure which can be applied safely to the soil. It is obtained by dividing the ultimate bearing capacity by a suitable factor of safety. For shallow foundation, factor of safety is usually taken as 3, പക്ഷേ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട, ബിക്കോസ് അത് നമുക്ക് വേണമെങ്കിൽ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയുന്നതേ ഉള്ളൂ, അതിന് അങ്ങനെ തന്നെ ആകണം നിർബന്ധമില്ല. ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഗാമ ഡി എഫ്. Net safe bearing capacity net safe settlement pressure or safe bearing pressure or unit normal pressure. It is a net pressure at which the soil can carry without exceeding allowable settlement. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ. നെറ്റ് അലൗവബിൾ ബെയറിംഗ് പ്രഷർ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് സാധനമാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയും നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷറും. ഈ രണ്ടിലെയും കുറവ് വാല്യൂ. ദ അലൗവബിൾ പ്രഷർ ഇസ് ദ സ്മോളർ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് ദ നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഹാവിംഗ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് 40 kN per meter square. Take the depth of the foundation, df is equal to 3, gamma is equal to 10 and factor of safety is equal to 3. അപ്പോൾ ആദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് ഗാമ ഡി എഫ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 40 മൈനസ് ഗാമ എത്ര? 10 ഇൻറ്റു ഡി എഫ് എത്രയാണ്? 3. അപ്പം 40 മൈനസ് 3 ഇൻറ്റു 10, അപ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ 40 മൈനസ് 3 ഇൻറ്റു 10 10 എന്ന് കിട്ടും. 40 മൈനസ് 3 ഇൻറ്റു 10 30, 40 മൈനസ് 30 10 എന്ന് കിട്ടും. അപ്പം അതാണ് നെറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. സേഫ് ആകണം എന്നുണ്ടെങ്കിൽ അതിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് 10 ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 എടുക്കുന്നുണ്ട്, 10 ഡിവൈഡഡ് ബൈ 3. എന്നിട്ട് ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയിലൂടെ ഗാമ ഇൻറ്റു ഡി എഫും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കിട്ടുന്നത്. സിമ്പിളാണല്ലോ, അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ടെർസാഗിസ് ബെയറിംഗ് കപ്പാസിറ്റി തിയറി, ഇനിയാണ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഈ ടെർസാഗിസ് ബെയറിംഗ് കപ്പാസിറ്റി തിയറിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തിയറിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ദ ബേസ് ഓഫ് ദ ഫുട്ടിംഗ് ഇസ് റഫ്. ഓക്കെ, പിന്നെ ദ ഫുട്ടിംഗ് ഇസ് അറ്റ് എ ഷാലോ ഡെപ്ത്. അതായത് ഡീപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഹെവി ഡെപ്തിൽ എടുക്കാൻ പോയാൽ നമുക്കത് ഈ തിയറി യൂസ് ചെയ്യാൻ പറ്റില്ല. നോ ഷിയർ സ്ട്രെങ്ത് ഫോർ ദ സോയിൽ ആക്ടിങ് ആസ് സർചാർജ്. അതായത് മുകളിലുള്ള ഈ ഫുട്ടിങ്ങിൻ്റെ മുകളിലുള്ള സോയിലിന് ഒരു ഷിയർ സ്ട്രെങ്ത് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോഡ് ഇസ് വെർട്ടിക്കൽ. എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലോഡ്സ് ഒക്കെയാണ് ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡ് മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റൂ. Terzaghi gave a general theory for the bearing capacity of the soil under a strip footing based on the following assumptions. The footing is laid at a shallow depth. Base of the footing is rough. നേരത്തെ പറഞ്ഞു തന്നെ തോന്നുന്നു, പിന്നെ ഒന്നുകൂടെ എഴുതി വന്നേ. The footing is low, that is L/B ratio is infinite. അവരെന്താ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലായിട്ടില്ല, അത് ഒരു ക്ലിയർ അല്ല പോയിന്റ്, അപ്പോൾ അത് ഇഗ്നോർ ചെയ്തേക്കാം. The shear strength of the soil is governed by more column ഇക്വേഷൻസ്. അതായത് ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ GE-2 1 പഠിച്ച ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഇക്വേഷൻസ് ഈ ഫുട്ടിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഇക്വേഷൻ ടെർസാഗി തിയറി വെച്ചിട്ട് ഡിറൈവ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെർസാഗിസ് തിയറി ഫോർ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ. സ്ട്രിപ്പ് ഫുട്ടിങ്, അതായത് നേരത്തെ ഞാൻ കാണിച്ചൊരു ഫിഗർ ഇല്ല, അതായത് ചെറിയൊരു സ്ട്രിപ്പായിട്ട് ഒരു പെർട്ടിക്കുലർ വീതി കാണും. ഓക്കെ, ആ ഒരു വീതിയും ഒരു പെർട്ടിക്കുലർ ലെങ്ത്തും കാണുന്നതിനാണ് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന് ഫിഗർ ഇല്ല കാണിക്കാനായിരുന്നെങ്കിൽ. ഓക്കെ, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി QU is equal to CNC plus gamma DF NQ plus half gamma B N gamma. CNC എന്ന് ഓർക്കുക, CNC ഗാമ DF NQ, അതുപോലെ തന്നെ ഗാമ B N ഗാമ.
ഗാമ ഡി എഫ് എൻ ക്യൂ, ഗാമ ബി എൻ ഗാമ. ഈ ലാസ്റ്റ് ടേമിൻ്റെ അതൊരു ഹാഫ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ ഒരു റൈമിംഗ് പോലെയെല്ലാം പഠിക്കാൻ രക്ഷയുള്ളൂ. അല്ലാതെ ബൈ ഹാർട്ട് പഠിക്കാൻ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെച്ചാൽ പഠിക്കാൻ നോക്കാം. പിന്നെ ഈ ഗാമ ഡി എഫ് എന്ന് പറയുന്നത് ഡി എഫ് ഡെപ്തുള്ള സോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അത് ക്യൂ എൻ ക്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. സി എൻ സി ക്യൂ എൻ ക്യൂ ഹാഫ് ഗാമ എൻ ഗാമ എന്ന് പറഞ്ഞ് ഹാഫ് ഗാമ ബി എൻ ഗാമ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ സി എന്ന് പറയുന്ന കോഹഷൻ ഓഫ് സോയിൽ, ഡി എഫ് എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫുട്ടിംഗ്, എൻ സി എൻ ക്യൂ എൻ ഗാമ എന്ന് പറയുന്ന തെർസാഗീസ് ബെയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്ന് പറയും. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന സോയിലിൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അതിന് കുറച്ച് കോംപ്ലക്സ് ഇക്വേഷൻ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. അപ്പം ഈ ഇക്വേഷൻ മാത്രം പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത് സ്ട്രിപ്പ് ഫുട്ടിങ്ങിൻ്റെ ഇക്വേഷനാണ്. പിന്നെ ഓക്കെ, ഇത് കുറച്ച് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, മനസ്സിലായെന്ന് തോന്നുന്നു. സി എൻ സി എന്ന് പറഞ്ഞ എഫക്റ്റ്, അതായത് ഈ ഓരോരോ ടേംസ് എന്തൊക്കെയാണെന്ന് അറിയാനാണെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ ഈ സോയിലിൻ്റെ കൊഹഷൻ കാരണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് ഡ്യൂ ടു ഓവർ ബർഡൻ പ്രഷർ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലോഡിങ് കാരണം, നേരത്തെ ആ ഒരു ഡെപ്ത് എടുക്കുമ്പോൾ ആ ഡെപ്തിൽ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിന് മുകളിലുള്ള സോയിൽ കാരണം. നമ്മൾ നേരത്തെ ഫിഗർ ഇങ്ങനെ ഈ ലെവലിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള സോയിൽ കാരണം ഇവിടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടായിരുന്നല്ലോ, അത് കാരണം എക്സെപ്റ്റ് ചെയ്യുന്ന അതിൻ്റെ എഫക്റ്റ്, അത് കാരണം എത്രത്തോളം താങ്ങാൻ പറ്റും ആ എഫക്റ്റ്. പിന്നെ എഫക്റ്റ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് സോയിൽ ഇൻ ഫെയിലിയർ റീജിയൻ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു റീജിയൻ എടുക്കാൻ പോയാൽ ആ റീജിയൻ്റെ താഴെയുള്ള സോയിലിൻ്റെ ഫെയിലിയർ റീജിയൻ മീൻസ് സോയിലിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് വെയിറ്റ് ഓഫ് സോയിൽ ഇൻ ഫെയിലിയർ റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഫോർ സർക്കുലർ ഫുട്ടിംഗ് ഇതിൻ്റെ ഇക്വേഷൻ ഇത് 1.2, അതായത് സി എൻ സിയുടെ ഒരു 1.2 വരും. ഗാമ ബി എൻ ഗാമയുടെ കൂടെ നേരത്തെ 1/2 ആയിരുന്നു, അത് 0.5 ആയിരുന്നു, ഇത് 0.3 ആവും. സർക്കുലർ ആകുമ്പോൾ 1.2 ലെഫ്റ്റിൽ വരും, 0.3 ആയിരിക്കും 0.5ക്ക് വരാം. സ്ക്വയർ ഫുട്ടിംഗ് ആകുമ്പോഴത്തേക്കും 1.2 ലെഫ്റ്റിൽ വരും, 0.5ന് വരും 0.4 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. സർക്കുലർ ഫുട്ടിംഗ് 1.2 സി എൻ സി ക്യൂ എൻ ക്യൂ പ്ലസ് 0.3. സ്ക്വയർ വരുമ്പോഴത്തേക്കും നേരെ 1.2 സെയിം അതുപോലെ 1.2 തന്നെയാവും. 0.3 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടും. സ്ട്രിപ്പ് വരുമ്പോഴത്തേക്കും രണ്ടിടത്തും 1.2 കാണത്തില്ല, അതിന് പകരം ഈ 0.4ന് പകരം 0.5 ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക, അതായിരിക്കും എളുപ്പം. പിന്നെ ഉള്ളത് ഡിറ്റർമൈൻ ദ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. ഒരു പ്രോബ്ലമാണ്. ഡിറ്റർമൈൻ ദ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രിപ്പ് ഫുട്ടിംഗ് 1.2 meter wide and having a depth of foundation 1 meter. Use Tersaghi's theory. Take gamma is equal to 18 kN, C is equal to 15. പിന്നെ എൻ സി എൻ ക്യു എൻ ഗാമയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്, പക്ഷേ അതെന്തോ ക്ലിയർ ആകാതെ പോയതാണ്. അത് ഈ ഇക്വേഷനകത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ബിക്കോസ് കപ്പാസിറ്റി ഓഫ് സ്ട്രിപ്പ് ഫുട്ടിംഗ് 1.2 meter വൈഡ്, ബിയുടെ വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത് 1.2. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഡി എഫിൻ്റെ വാല്യൂ ആണ് 1. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് ഒന്നുകൊണ്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി എൻ സിക്കകത്ത് 15 ഇൻറ്റു എൻ സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അത് 57.8 ആയിരുന്നു, 57.8. പിന്നെ ഉള്ളത് ക്യൂവിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഗാമ ഇൻറ്റു ഡി എഫ്, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആ പറയുന്ന ലെവലിൻ്റെ ഫൗണ്ടേഷൻ്റെ ബേസിൻ്റെ ലെവലിൽ നിന്ന് മുകളിലോട്ടുള്ള സോയിലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അത് 18 ഇൻറ്റു ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനാണ്. ഡി എഫ് എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഗാമ ബി എൻ ഗാമയാണ്. എൻ ഗാമയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 42.4. അത് ക്വസ്റ്റ്യനിലുള്ള ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. അതുപോലെ എൻ ക്യൂവിൻ്റെ വാല്യൂ 41.4 എന്ന് ക്വസ്റ്റ്യനിലുള്ളതാണ്, ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. ഹാഫ് ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് 18 ആണ്. എൻ എന്ന് പറയുന്നത് ഗാമ ബി എന്ന് പറയുന്നത് 1 ആണ്. വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് എന്ന് പറയുന്നത് 1.2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. പിന്നെ റെക്ടാങ്കുലർ ഫുട്ടിംഗ് എന്ന് പറയുന്നത് സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു ബി എന്ന് പറഞ്ഞ ലെങ്ത്താണ്, എന്നിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത്തിലേക്കാണ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ റെക്ടാങ്കുലർ ഫുട്ടിംഗ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ വിഡ്ത്ത് ഒരു പെർട്ടിക്കുലർ ഒരു ലെങ്ത്തേ ഉള്ളൂ, എൽ എന്ന് പറഞ്ഞ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇക്വേഷൻ ചെറുതായിട്ട് മോഡിഫൈ ആവും. അത് 1 + 0.2 സി എൻ സിയുടെ കൂടെ 1 + 0.2 ബി ബൈ എല്ലും 0.5 ഗാമ ബി എൻ ഗാമയുടെ കൂടെ 1 - 0.2 ബി ബൈ എൽ എന്നും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഉള്ള ടേംസിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഒരു കാര്യം നോക്കുമ്പോൾ മനസ്സിലാവും,
ഈ ബി ബൈ എൽ 1 ആയിരിക്കും സ്ക്വയർ ഫുട്ടിങ്ങിന്, ഇവിടെയും ബി ബൈ എൽ 1 ആയിരിക്കും സ്ക്വയർ ഫുട്ടിങ്ങിന്. അപ്പം ഇത് പഠിക്കുമ്പോൾ സ്ക്വയർ ഫുട്ടിങ്ങിൻ്റെ ഇക്വേഷൻ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതേ ഫ്രണ്ടിലും ബാക്കിലും ചേഞ്ച് വരും റെക്ടാങ്കിളിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ 1 ആണെങ്കിൽ 1.2 എന്ന് വരും. അതായത് ഈ ബി ബൈ എൽ എന്ന് പറഞ്ഞ ടേം 1 ആണെങ്കിൽ 1 + 0.2 1.2 എന്ന് വരും. ഈ പറയുന്ന ടേം 1 ആണെങ്കിൽ 1 - 0.2 0.8 വരും. 0.8 × 0.5 നമുക്ക് എത്ര 0.4 കിട്ടും. ഇത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ സ്ക്വയർ ഫുട്ടിങ്ങിൻ്റെ കേസിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ എങ്ങാണ് ഓർത്തിരിക്കാൻ നോക്കുക. ചെറിയ ഡയമെൻഷൻ ഡിവൈഡ് ബൈ വലിയ ഡയമെൻഷൻ എന്നാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഫുട്ട് അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്. സ്ക്വയർ ഫുട്ടിംഗ് 1.8 by 1.8 meter is placed over a loose sand of density 16 kN/m3 and at a depth of 0.8. ഗാമ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ബി 1.8 ആണ്, പിന്നെ ഡെപ്ത് 0.8 തന്നിട്ടുണ്ട്. ഈ ഫൈൻ്റെ വാല്യൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിട്ടേക്ക്. എൻ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിറ്റർമൈൻ ദ ടോട്ടൽ ലോഡ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ഫുട്ടിങ്. അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി തന്നെയാണ് അവർ ചോദിക്കുന്നത്. അല്ല, ടോട്ടൽ ലോഡ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ഫുട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫുട്ടിങ്ങിന് മാത്രം താങ്ങാൻ പറ്റുന്നതാണ്. അപ്പം നെക്സ്റ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് ശരിക്കും. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അവർ ബിക്കോസ് ഫുട്ടിങ്ങിന് മാത്രം താങ്ങാൻ പറ്റുന്ന കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ തെറ്റാണ്. ടോട്ടൽ ലോഡ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ഫുട്ടിംഗ് എന്നാണ്. ടോട്ടൽ ലോഡ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ സോയിലാണ് ഇവർ ഇതിനകത്ത് ചെയ്തേക്കുന്നത് കേട്ടോ. ടോട്ടൽ ലോഡ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ഫുട്ടിംഗ് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയുടെ ഏരിയ ഓഫ് ദ ഫുട്ടിംഗ് ചെയ്താലാണ് ലോഡ് എത്രയാണെന്ന് കിട്ടുക. അപ്പോൾ ഇതെന്താ ചെയ്തേക്കുന്നത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. പക്ഷേ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് സീഡ് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് സീഡ് വാല്യൂ 0 നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം സ്ക്വയർ ഫുട്ടിംഗ് ഇക്വേഷൻ എന്താണ്? 1.2 CNC + QNQ + 0.4 ഗാമ ബി എൻ ഗാമയാണ്. സി 0 ആയതുകൊണ്ട് ഈ ടേം ഫുൾ 0 ആയിരിക്കും. ക്യൂവിൻ്റെ വില എന്ന് പറയുന്നത് ഗാമ × DF ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തു പോകാം. ടോട്ടൽ ലോഡ് ഫ്രം ദി അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത് 0 + 16 × 0.8 അതായത് DF × NQ അത് 18.4 തന്നിട്ടുണ്ട്. 0.4 × ഗാമ 16, ബി എന്ന് പറയുന്നത് 1.8 ആണ്, എൻ ഗാമ എന്ന് പറയുന്നത് 15.1 ആണ്. അങ്ങനെയാണ് നമുക്ക് 409.472 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് നമുക്ക് സ്ട്രെസ് വാല്യൂ കിട്ടുന്നത്. ചോദിച്ചേക്കുന്ന ലോഡാണ്. അപ്പോൾ ലോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ ടേംസിൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഫുട്ടിങ്ങിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ്? 1.8 by 1.8. അപ്പോൾ 1.8 by 1.8 എന്ന് പറഞ്ഞ ഏരിയക്കകത്ത് ഇതാണ് സ്ട്രെസ് എങ്കിൽ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? അതായത് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമുക്ക് സ്ട്രെസ് കിട്ടുക. അപ്പം ഈ കിട്ടിയേക്കുന്ന QU എന്ന് പറയുന്നത് Q എന്ന് പറഞ്ഞ ലോഡ് അല്ലെങ്കിൽ P എന്ന് പറയുന്ന ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ P എന്ന് പറഞ്ഞ ലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ QU × ഏരിയ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ സെയിം ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് കേസാന്ന് തോന്നുന്നു. ഇനി അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, അടുത്ത പാർട്ട് ആയിട്ട് ചെയ്യാം.